എയിൽ എന്തൊക്കെ നമുക്ക് ഫിലിം മേക്കിങ്ങിലേക്ക് കൊണ്ടുവരാം, ഒരു ഇന്റഗ്രേറ്റഡ് ഫിലിം മേക്കിങ്ങിന്റെ സാധ്യത എന്താണ് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ റിസർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ആ റിസർച്ചിന്റെ ഒരു പരിണിത ഫലമാണ് ഇന്ന് കാണുന്ന ദിനോമുക്ക്. ഇത് പാലക്കാട് ജില്ലയിലെ ദിനോമുക്ക്. ഇവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി ദിനോസറുകളാണ്. ദിനോമുക്ക് എന്നുള്ള പേര് ആരാ സജസ്റ്റ് ചെയ്തത്? എൻ്റെ റൈറ്ററുണ്ട് സിദ്ധാർത്ഥ്, അവനിട്ട പേരാണ്. പക്ഷെ ദിനോമുക്ക് എന്നുള്ള പേരിൽ അവിടെ വലിയ ചർച്ചകളും വലിയ തർക്കങ്ങളും ഉണ്ടായിട്ടുണ്ട്, വേണോ വേണ്ടതെന്നൊക്കെ. ദിനോസറുകളുടെ ഒരു ഫാം, അതിനെപ്പറ്റി ഒരു കിസാൻ കൃഷിദീപ് എപ്പിസോഡ് ചെയ്തുകൂടെ എന്നൊരു ചർച്ച വന്നു. അതിൽ നിന്ന് പിന്നെ വളരെ എളുപ്പത്തിൽ അത്യാവശ്യം നല്ല ലാഭത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ദിനോസർ കൃഷി. ഈ കിസാൻ കൃഷിദീപം അല്ലാതെ എന്തൊക്കെ റെഫറൻസ് അതിൽ വന്നിട്ടുണ്ട്? ഫിറോസക്കയുടെ റെഫറൻസ് വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ പുറത്ത് മറ്റേ മുട്ട പൊരിക്കുന്നത് കാണിക്കുന്നത് ഫിറോസക്കയുടെ റെഫറൻസ് വന്നിട്ടുണ്ട്. കൂടുതൽ മുട്ടകളെങ്കിലും നമുക്ക് ദിനോസറിൽ നിന്ന് കിട്ടും. അത് വളരെ വലിയ മുട്ടയുമാണ്. സ്ഥിരമായിട്ട് പച്ചപ്പുല്ലും വെള്ളവും അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്, ഇല്ലെങ്കിൽ ഇച്ചിരി പ്രശ്നം ഉണ്ടാക്കും. പിന്നെ വല്ലാതെ അമർന്നതും കേൾക്കാറുണ്ട് ചില സമയത്തൊക്കെ. കർഷകന്റെ ചൂരലിലെ ഷമീറാണ് അത് ചെയ്തത്. ക്യൂട്ടായിട്ടുള്ള ഡിനോസേഴ്സിനെ ഉണ്ടാക്കാൻ എനിക്ക് തോന്നുന്നു അതിനാണ് ഞങ്ങൾക്ക് കുറച്ച് സമയം പിടിച്ചത്. കേരളത്തിലാണെങ്കിൽ കുട്ടികളുമായിട്ട് കളിക്കുമായിരിക്കുമല്ലോ, അല്ലെ ഭയങ്കര ഫ്രണ്ട്ലി. അതൊക്കെയാണ് ശരിക്കും പറഞ്ഞ ഇവിടുത്തെ ക്യൂട്ട്നെസ് വർക്കൗട്ട് ആയിട്ടുള്ളത്. മനുഷ്യ മൃഗ സഹവാസത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പാലക്കാട്ടെ ഈ ദിനോമുക്ക്. ഹായ്, ഹലോ, നമസ്കാരം. സിനിമാ പ്രാന്തനിൽ എല്ലാവർക്കും സ്വാഗതം. ജുറാസിക് പാർക്കിൽ മാത്രം കണ്ടിട്ടുള്ള ഡിനോസേഴ്സ് കേരളത്തിൽ നമ്മുടെ പാലക്കാട് എത്തുമ്പോൾ എങ്ങനെയിരിക്കും? ഇൻസ്റ്റഗ്രാമിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ദിനോമുക്കിൻ്റെ വിശേഷങ്ങളുമായി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഗോകുലാണ്. ഹായ് ഗോകുൽ. ഹായ് ഹായ് ഹായ്. എങ്ങനെയാണ് ദിനോമുക്കിലേക്ക് എത്തുന്നത്? ഞങ്ങൾ ആക്ച്വലി ഒരു പ്രൊഡക്ഷൻ ഹൗസാണ്, സ്റ്റോറി ടെല്ലേഴ്സ് യൂണിയൻ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ കൂടുതലും അഡ്വർടൈസ്മെൻറ്റ്സും ആഡ് ഫിലിംസും അതേപോലെ തന്നെ ബ്രാൻഡ്സിന് വേണ്ടിയിട്ടുള്ള സർവീസസും ഒക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എയിൽ കുറച്ച് കാര്യമായിട്ട് എയുടെ സാധ്യതകൾ പരീക്ഷിക്കുകയും എയിൽ എന്തൊക്കെ നമുക്ക് ഫിലിം മേക്കിങ്ങിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഒരു ഇൻ്റഗ്രേറ്റഡ് ഫിലിം മേക്കിങ്ങിൻ്റെ സാധ്യത എന്താണ് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ റിസർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ആ റിസർച്ചിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇന്ന് കാണുന്ന ദിനോമുക്ക്. അപ്പം ആദ്യകാലങ്ങളിൽ ഞങ്ങളത് ആക്ച്വലി എന്താ പറയുക, പിച്ച് ഡെക്കുകൾക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ആൾക്കാരുടെ അടുത്തേക്ക് നമ്മളൊരു ഒരു കോൺസെപ്റ്റുമായിട്ട് ചെല്ലുന്ന സമയത്ത് അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. എയുടെ സാധ്യതകൾ അങ്ങനെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. റീസെൻ്റ്ലി എയിലുണ്ടായിരിക്കുന്ന എന്താ പറയുക, എയുടെ ഒരു സാങ്കേതിക വിദ്യ വളർന്നത് കുറച്ചുകൂടെ എന്താ പറയുക എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു വീഡിയോ ക്രിയേഷനിലൊക്കെ ഇത് കുറച്ചുകൂടെ എന്താ പറയുക നേരത്തെ ഉള്ളതിനേക്കാൾ അതിൻ്റെ ലിമിറ്റൊക്കെ പൊട്ടിച്ച് പുറത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾ എന്നാൽ ഇങ്ങനെ ഒരു ഫിക്ഷൻ ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ ഒരു ചർച്ചയിലുണ്ടായതാണ്. എന്തുകൊണ്ടാണ് ദിനോമുക്ക് സെലക്ട് ചെയ്തത്? ഉറപ്പായിട്ടും ഒരു ചർച്ച ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദിനോസറിനെ തന്നെ പിക്ക് ചെയ്തത്. പിന്നെ നമ്മൾ പൊതുവെ കാണുന്ന വീഡിയോകൾ, എയർ റിലേറ്റഡ് വീഡിയോകളാണെങ്കിലും എല്ലാം കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പരിപാടികളാണ് പൊതുവെ കാണുന്നത്. അപ്പം ഞങ്ങൾ ഇതിനെ എങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതായിരുന്നു നമ്മുടെ ശ്രമം. നമ്മുടെ നാട്ടിൽ നമ്മുടെ കഥകൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു നറേറ്റീവിനകത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതായിരുന്നു ശ്രമം. പാലക്കാട് ഡെലിബറേറ്റ്ലി കൊണ്ടുവന്നതാണ്. തീർച്ചയായിട്ടും പാലക്കാട് കേരളത്തിനെ എനിക്ക് തോന്നുന്നു റെപ്രസെൻ്റ് ചെയ്യാൻ ഏറ്റവും നല്ല സ്ഥലം പാലക്കാടാണല്ലോ. നമ്മൾ പുറത്തോട്ടൊക്കെ കാണിക്കുമ്പോൾ, കേരളത്തിന് പുറത്തോട്ടുള്ളവരെയൊക്കെ കാണിക്കുമ്പോൾ ഒറ്റയടിക്ക് ഇത് കേരളമാണ് എന്ന് അവർ പറയുന്നത് പലപ്പോഴും പാലക്കാടും കുട്ടനാടൊക്കെ കാണുമ്പോഴാണ്. അങ്ങനെ പാലക്കാട് എടുത്തതാണ്. പാലക്കാടാണല്ലോ കൃഷിക്ക്. പാലക്കാടില്ലേ ഓപ്ഷൻ കുട്ടനാടായിരുന്നു? അങ്ങനെയൊന്നും ഞങ്ങൾ ചിന്തിച്ചില്ല. ഓഫ് കോഴ്സ് പാലക്കാടില്ലെങ്കിൽ ചിലപ്പോൾ അടുത്തൊരു ഓപ്ഷൻ കുട്ടനാടായിരിക്കും. കൃഷിയുടെ സാധ്യതകൾ, അതൊരു ഫാം എന്നാണല്ലോ പറയുന്നത്, ഒരു ദിനോസർ ഫാം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ കൃഷിയുടെ സാധ്യതകളുള്ളത് പൊതുവെ പറയുമ്പം പാലക്കാട് കുട്ടനാടൊക്കെ പറയുന്നത് കൊണ്ട് അങ്ങനെ എടുത്തതാണ്. ദിനോമുക്ക് എന്നുള്ള പേര് ആരാ സജസ്റ്റ് ചെയ്തത്? എൻ്റെ റൈറ്ററുണ്ട് സിദ്ധാർത്ഥ്, അവനിട്ട പേരാണ്. പക്ഷെ ദിനോമുക്ക് എന്നുള്ള പേരിൽ അവിടെ വലിയ ചർച്ചകളും വലിയ തർക്കങ്ങളും ഉണ്ടായിട്ടുണ്ട്, വേണോ വേണ്ടതെന്നൊക്കെ. പക്ഷെ സിദ്ധാർത്ഥ് പറഞ്ഞതൊക്കെ ആൾക്കാർക്ക് പെട്ടെന്ന് ഹിറ്റാവാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ദിനോമുക്ക് എന്നുള്ള പേരിട്ടതാണ്.
ഇതിൻ്റെ ഈ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ സ്ക്രിപ്റ്റ് ഒക്കെ ആര് ചെയ്ത്? അതിനകത്ത് തന്നെ കുറേ നല്ല ഡയലോഗ്സ് ഒക്കെ ഉണ്ട്. ഈ നില്ലമ്മിണി എന്നൊക്കെ പറഞ്ഞിട്ട് ഡിനോസറിനെ വിളിക്കുന്നൊക്കെ, അതൊക്കെ ആരാ ചെയ്തത്? സ്ക്രിപ്റ്റ് ചെയ്തത് സിദ്ധാർത്ഥാണ്, ഇപ്പം ഞാൻ പറഞ്ഞ ആളാണ്. കോൺസെപ്റ്റ് ഉണ്ടാക്കിയത് സഞ്ജയ് സിബി എന്ന് പറയുന്ന എൻ്റെ വേറെ റൈറ്ററാണ്, എൻ്റെ കോ റൈറ്ററാണ്. ഇത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു സാധ്യത ഞങ്ങളുടെ റിസർച്ച് നടന്നതിൽ നിന്ന് നമുക്ക് ഒരു ഡോക്യുമെൻ്ററി ഫോർമാറ്റിൽ ഒരു ഫിക്ഷൻ ഉണ്ടാക്കാൻ എളുപ്പമാകുമെന്നൊരു തിരിച്ചറിവിൽ നമ്മളിങ്ങനെ ചർച്ച ചെയ്തു. ഞാനിപ്പോൾ ഇങ്ങനെ സംസാരത്തിൽ പറഞ്ഞത് നമുക്കൊരു മോക്കുമെൻ്ററി ആണെങ്കിൽ കൊമേഴ്ഷ്യലി വർക്കൗട്ട് ആവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സഞ്ജയനോട് ഇങ്ങനെ അതൊരു ചായ കുടി ചർച്ചയിൽ വന്നൊരു സംസാരമാണ്. സഞ്ജയനോട് എന്നാൽ പിന്നെ നമുക്ക് ദിനോസറുകളുടെ ഒരു ഫാം, അതിനെപ്പറ്റി ഒരു കിസാൻ കൃഷിദീപ് എപ്പിസോഡ് ചെയ്തുകൂടെ എന്നൊരു ചർച്ച വന്നു. അതിൽ നിന്ന് പിന്നെ സിദ്ധാർത്ഥ അത് ഡീറ്റെയിൽ ആയിട്ട് ഒരു സ്ക്രിപ്റ്റിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ ഞങ്ങൾ ആക്ച്വലി ഇതിനകത്ത് ട്രയൽ ആൻഡ് എററിൽ കുറച്ച് ഷോട്ടുകൾ ജനറേറ്റ് ചെയ്യാൻ നോക്കി. അതിലൊന്ന് രണ്ട് ഷോട്ടുകൾ വർക്കൗട്ടായി വന്നപ്പോഴത്തേക്ക് അതിനൊരു ഡീറ്റെയിൽ സ്ക്രിപ്റ്റിലേക്ക് പോയി. കിസാൻ കൃഷിദീപവും അല്ലെങ്കിൽ നമ്മുടെ കാർഷിക ഡോക്യുമെൻ്ററികളൊക്കെ കാണുന്നത് പോലത്തെ ഒരു ഡോക്യുമെൻ്ററി ഫോർമാറ്റിലേക്ക് പോയതാണ്. ഈ കിസാൻ കൃഷിദീപം അല്ലാതെ എന്തൊക്കെ റെഫറൻസ് അതിൽ വന്നിട്ടുണ്ട്? ഫിറോസിക്കയുടെ റെഫറൻസ് വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ പുറത്ത് മറ്റേ മുട്ട പൊരിക്കുന്നത് കാണിക്കുന്നത് ഫിറോസിക്കയുടെ റെഫറൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഡിനോസറുകളുടെ റെഫറൻസുകൾ നമ്മൾ പണ്ട് തൊട്ടേ കണ്ടിട്ടുള്ള സിനിമകളിൽ നിന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗൂഗിളിൽ നിന്ന് കിട്ടുന്ന നമ്മൾ കണ്ടിട്ടുള്ളത് ഭയങ്കര ഭീകരമായിട്ടുള്ള ഡിനോസർ, ഇതാണെങ്കിൽ ഭയങ്കര ക്യൂട്ടായിട്ട്. അതായിരുന്നു ഞങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ട്. അപ്പം എനിക്കിത് ചെയ്ത് തുടങ്ങിയപ്പോഴേ മനസ്സിലായി, നമ്മൾ ഒരു ഫാം എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അഗ്രസീവായിട്ടുള്ള ഡിനോസേഴ്സിനെ കാണിക്കാൻ പറ്റില്ല, ക്യൂട്ട് ഡിനോസേഴ്സിനെ കാണും. അപ്പം ക്യൂട്ടായിട്ടുള്ള ഡിനോസേഴ്സിനെ ഉണ്ടാക്കാൻ എനിക്ക് തോന്നുന്നു അതിനാണ് ഞങ്ങൾക്ക് കുറച്ച് സമയം പിടിച്ചത്. ഞാൻ എന്ത് സാധനം ജനറേറ്റ് ചെയ്തൊരു ഷോട്ട് ലാൻഡായി, ആ ഷോട്ടുമായിട്ട് ഞാൻ എൻ്റെ എഡിറ്ററിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് അവൻ പറയും ഇത് ക്യൂട്ടൊന്നുമല്ലടാ, ഇത് കണ്ടാൽ പേടിച്ചു, ആൾക്കാർ പേടിച്ചു എന്ന് പറയും. അപ്പോൾ നമ്മൾ വീണ്ടും ഇരുന്ന് അങ്ങനെ എനിക്ക് തോന്നുന്നു ആദ്യം നമ്മൾ ലാൻഡ് ചെയ്യുന്ന ഷോട്ട് ആ ഡിനോസറും ആ കുട്ടിയും കൂടെ ഉമ്മ വെക്കുന്നൊരു ഷോട്ടുണ്ടല്ലോ, അത് ലാൻഡ് ആയപ്പോഴത്തേക്ക് ഡിനോസർ ചിരിക്കുന്ന പോലെ എന്തോ ഒരു ക്യൂട്ട്നെസ് അവിടെ നമുക്ക് വർക്കൗട്ടായി. പിന്നെ നമ്മൾ ആ ഷോട്ടിലേക്ക് ലാൻഡ് ആയിട്ടുള്ള പ്രോംപ്റ്റുകളും വർക്ക് ഫ്ലോയും റെഫറൻസുകളൊക്കെ ഉപയോഗിച്ച് ഒന്നുകൂടെ ഒന്ന് ട്വീക്ക് ചെയ്തപ്പോഴത്തേക്ക് ഇന്ന് ഈ കാണുന്ന പോലെ കുറേ ക്യൂട്ട് ദിനോസേഴ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. ഇത് നിങ്ങൾ എങ്ങനെ ശരിക്കും ക്രിയേറ്റ് ചെയ്ത് എത്ര നാളത്തെ പ്രോസസ് ആയിരുന്നത്? ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ആക്ച്വലി പരസ്യമേഖലയിൽ നിൽക്കുന്നവരൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ എയിൽ കുറേ നാളുകളായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെ പ്രീവിയസ് പല പരസ്യങ്ങളിലും ഞങ്ങൾ വോയിസിൽ എ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം കംപ്ലീറ്റ്ലി ഒന്ന് രണ്ട് എക്സ്പ്ലെയിനർ വീഡിയോകളിലൊക്കെ ഞങ്ങൾ കംപ്ലീറ്റ്ലി വോയിസ് ഓവർ എയിൽ ചെയ്തിട്ടുണ്ട്. ഒരു എനിക്ക് തോന്നുന്നു ഒരു സർക്കാരിൻ്റെ ഒരു പരസ്യത്തിൽ ഞങ്ങൾ ഒരാളുടെ വോക്കൽ വെച്ചിട്ട് 6 പേരുടെ വോക്കൽ ട്വീക്ക് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ഡബ്ബിങ്ങിൽ. അത് ഫോറിനേഴ്സിൻ്റെ ശബ്ദമായിരുന്നു. അപ്പോൾ ഫോറിനേഴ്സിനെ നമുക്ക് ഡബ്ബിങ്ങിന് കിട്ടിയില്ല. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് സ്ലാങ് ഒക്കെ പിടിച്ചിട്ട് മാക്സിമം അവർ സംസാരിക്കുന്ന പോലെ സംസാരിച്ച് അത് കൊണ്ടുവന്ന് പുറത്തുള്ള ആൾക്കാരുടെ സൗണ്ട് മോഡുലേഷൻസ് കൊടുത്ത് നമ്മളങ്ങനെ ഒരു കേരളത്തിലെ ഒരാളുടെ ശബ്ദം വെച്ചിട്ട് 6 ആൾക്കാരുടെ ശബ്ദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇംഗ്ലീഷ് സംസാരിക്കുന്നത്, മലയാളത്തിൽ സംസാരിക്കുന്നത് പറ്റിയിട്ടില്ല, ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പിച്ച് ഡെക്കുകളിലെല്ലാം ഞങ്ങൾ സ്ഥിരമായിട്ട് ഞങ്ങൾ സ്റ്റോറി ബോർഡ് ചെയ്യുന്നതൊക്കെ ഇമേജസ് വെച്ചിട്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റിന് ഞാൻ പറഞ്ഞ പോലെ ഒരു രണ്ട് മാസത്തോളം ഞങ്ങൾ റിസർച്ചിൽ ഇരുന്നിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് തോന്നുന്നു വീഡിയോ ഉണ്ടാക്കാൻ ഒരു 7-8 ദിവസം കൊണ്ട് ചെയ്തു തീർത്തു. അതുപോലെ ഇതിനകത്ത് കാണിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഡിനോസേഴ്സിൻ്റെ മുട്ട, പിന്നെ ഈ പിള്ളേരൊപ്പം കളിക്കുന്ന ഡിനോസേഴ്സ്, അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചാണോ അല്ലെങ്കിൽ ഇതിൻ്റെ റെഫറൻസ് ഒക്കെ എടുത്തത്? ഈ ഡിനോസേഴ്സിൻ്റെ മുട്ട അങ്ങനത്തെ അതിനങ്ങനെ റെഫറൻസസ് ഒന്നും ഇല്ല സത്യം പറഞ്ഞാൽ. ഡിനോസറിൻ്റെ മുട്ട സത്യം കോഴിമുട്ട വലുതാക്കിയത് തന്നെയാണ് ഡിനോസർ മുട്ട കൊടുത്തിട്ടുള്ളത്. നമ്മളപ്പം ലാർജർ സൈസ് ഡെഗുകൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു. കുട്ടികളുമായിട്ട് കളിക്കുന്നതൊക്കെ ഈ പറഞ്ഞ പോലെ കേരളത്തിലാണെങ്കിൽ കുട്ടികളുമായിട്ട് കളിക്കുമായിരിക്കുമല്ലോ, അല്ലെ ഭയങ്കര ഫ്രണ്ട്ലി. അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ക്യൂട്ട്നെസ് വർക്കൗട്ട് ആയിട്ടുള്ളത്. നേരത്തെ ചോദിച്ച പോലെ ഇപ്പം കാണാൻ ക്യൂട്ടായിട്ടല്ലാത്ത ദിനോസേഴ്സിൻ്റെ കൂട്ടത്തിൽ കുട്ടികൾ കളിക്കുകയും കൂടെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾക്കാർക്ക് ഒരു ക്യൂട്ട്നെസ് എവിടെയോ വർക്കൗട്ട് ആവുന്നുണ്ട്. അപ്പം
ഇപ്പം എല്ലാ ദിനോസറസിനെയും ക്യൂട്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ദിനോസർ ചെയ്യുന്ന ആക്ടിവിറ്റികൾ ക്യൂട്ടാക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ അതിന് നല്ലത് കുട്ടികളുടെ കൂടെ ഇൻട്രാക്ട് ചെയ്യുന്ന ദിനോസർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അമ്മ മറ്റേ ചെരുവത്തിൽ വെള്ളം ഇത് ചെയ്യുന്ന സമയത്ത് കൂടെ വന്ന് നിൽക്കുന്ന ദിനോസർ, ഇതൊക്കെ കാണുമ്പോൾ ഒരു പെറ്റ് ഫീലിംഗ് ആൾക്കാർക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതിലേക്ക് വന്നതാണ്. കുറേ ഷോട്ടുകൾ ഞങ്ങൾ ആദ്യമേ ചെയ്തതിന് ശേഷം അത് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സ്ക്രിപ്റ്റ് പിന്നെ വർക്ക് ചെയ്തത്. സ്ക്രിപ്റ്റും ഷോട്ട് ഉണ്ടാക്കലും ഹാൻഡ് ടു ഹാൻഡ് ആയിട്ടാണ് നടന്നിട്ടുള്ളത്. ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ സാധാരണ പോലെ തന്നെ കൺവെൻഷണൽ പോസ്റ്റ് പ്രൊഡക്ഷൻ ആയിട്ട് പോകും. കുറെ ഡബിംഗ് ഒക്കെ വന്നില്ലേ? അതൊക്കെ നമ്മളൊക്കെ തന്നെ ഡബ് ചെയ്തതാണ്. ഇപ്പൊ ഈ പറഞ്ഞ അമ്മിണി എന്നുള്ള ഡയലോഗ് ഞാൻ ഡബ് ചെയ്തതാണ്. അതിനകത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് സൗണ്ട് ഞാനാണ് ഡബ് ചെയ്തത്. മേജർ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ കേൾക്കുന്നത് ബെന്നി എബ്രഹാം എന്ന് പറയുന്ന ഒരു വോയിസ് ഓവർ ആർട്ടിസ്റ്റ് ആണ്. കൊച്ചി തന്നെയുള്ള ഒരു വോയിസ് ഓവർ ആർട്ടിസ്റ്റ് ആണ്. പിന്നെ രണ്ടാമത്തെ വോക്കൽ നമ്മുടെ കർഷകന്റെ ചൂരലിലെ ഷമീറാണ് അത് ചെയ്തത്. ഷമീറിന്റെ അടുത്ത് ഇതേപോലെ റാൻഡോ ആയിട്ട് അയച്ചു കൊടുത്താണ്. ഫസ്റ്റ് കട്ടൊക്കെ ആയിരുന്ന സമയത്ത് ഷമീറിനെ അയച്ചു കൊടുത്തു. കാരണം ഷമീർ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളൊരു കൊളീഗിന്റെ അടുത്ത ഫ്രണ്ടാണ്. അപ്പം ആളോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ചൂരല് സിമിലർ കോണ്ടെക്സ്റ്റ് ആണല്ലോ, മൃഗങ്ങൾ വർത്താനം പറയും. അപ്പൊ ഷമീറിനെ ഒന്ന് കാണിക്കുക, എന്താ അഭിപ്രായം എന്നറിയാമല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചപ്പോൾ ഷമീറിന് പെട്ടെന്ന് വർക്കായി. അപ്പോൾ ഷമീറിനോട് ചോദിച്ചു ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് ഡബ് ചെയ്ത് ഇടുമെന്ന് ചോദിച്ചപ്പോൾ ഷമീർ വണ്ടിയിൽ എന്തോ തിരക്കിനിടയ്ക്ക് ഇരുന്നപ്പോഴത്തേക്ക് മൊബൈലിൽ ഡബ് ചെയ്ത് അയച്ചതാണ്. പിന്നെ ഈ വോക്കലും പരിപാടികളെല്ലാം ഞങ്ങളുടെ സൗണ്ട് ഡിസൈനർ വിഷ്ണു രഘു ആക്ച്വലി ഒരു 2 ദിവസം ഇരുന്ന് നല്ല പോലെ മെനക്കെട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എഡിറ്റർ ടിജു ആക്ച്വലി മലയാള സിനിമയിൽ അത്യാവശ്യം തിരക്കുള്ള ഒരു സ്പോട്ട് എഡിറ്ററാണ്. അതേപോലെ എൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ സൂപ്പർവൈസ് ചെയ്യുന്ന ഡോണും ഒത്തിരി ടെക്നോളജിക്കലി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെയൊക്കെ ടീം മെമ്പേഴ്സ്, തുടക്കം തൊട്ടുള്ള ടീം മെമ്പേഴ്സ് എല്ലാവരും ഇതിൻ്റെ ഓരോരോ ഭാഗങ്ങളിൽ ആത്മാർത്ഥമായിട്ട് ഇൻവോൾവ് ആയിട്ടുണ്ട്. ഇതൊരു പുതിയൊരു പോർട്ട്ഫോളിയോ ആവണം, അല്ലെങ്കിൽ ഈ ഒരു സാധ്യത നമുക്ക് ആൾക്കാരുടെ അടുത്തേക്ക് ഷൗട്ട് ചെയ്യണം എന്നുള്ളതിൽ എല്ലാവരും ഒന്നിച്ച് നിന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടായത്. ഒരുപാട് ആൾക്കാർ ഇപ്പൊ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് എത്തിയിട്ടുമുണ്ട് അല്ലേ? ഇതിൽ ഇപ്പം എനിക്ക് തോന്നുന്നു ശിവകാർത്തികനൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ കമന്റ്സും വന്നിട്ടുണ്ട് ഇതേ കാര്യത്തിന്. ഏറ്റവും കൂടുതൽ തമാശയായിട്ട് തോന്നിയ ഏതെങ്കിലും കമന്റ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം ഇതേപോലെ വേറൊരു ഇൻസ്റ്റാഗ്രാം പേജ് ആക്ച്വലി ഒരു അമ്മയും ഡ്രാഗൺ കുഞ്ഞും കൂടെ ഉള്ള റീല് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റീലിനടി കണ്ടൊരു കമൻറ്റാണ് ഞാനിപ്പോൾ എല്ലായിടത്തും എനിക്ക് ഏറ്റവും ഓർത്തിരിക്കുന്നതാണ്. അപ്പം പുള്ളി അതിനിടയിൽ പോയിട്ട് കമൻറ്റ് ചെയ്തിരിക്കുന്നത് പാലക്കാട് ദിനോമുക്കിലെ ഒരു ശരാശരി വീട്ടമ്മ എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി കമൻറ്റ് ചെയ്തിരുന്നത്. അതുപോലെ ഇന്നലെ എനിക്ക് തോന്നുന്നു സ്വിഗ്ഗി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെലിവറിക്ക് വിടാൻ ഒരെണ്ണം ഉണ്ടോ എന്ന് ചോദിച്ച് സ്വിഗ്ഗി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഭയങ്കര. അതുപോലെ ഞാൻ കണ്ടത് തൃശ്ശൂർ പൂരത്തിന് ആനകൾക്ക് പകരം ഇതുപോലെ ഡിനോസസിനെ എന്നോട് 1-2 പേര് പറഞ്ഞു നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ അങ്ങനെ ചെയ്തുകൂടെ എന്ന്. അങ്ങനെ ഇനിയിപ്പോൾ ഒരു ദിനോസർ പരിപാടി അല്ലാതെ വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യണം എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ. എന്തൊക്കെ ടൂൾസ് ആണ് ഇതിന് യൂസ് ചെയ്തത്? ഇപ്പോൾ എല്ലാ ടൂൾസും ഉപയോഗിച്ചിട്ടുണ്ട്. നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നിലവിൽ ഈ സ്പേസിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാത്തരം ടൂളുകളും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓഫ്ലൈൻ ജനറേഷനും ഉണ്ടായിട്ടുണ്ട്. എൻഡ് ഓഫ് ദി ഡേ എനിക്ക് തോന്നുന്നു ഇത് ടൂളെന്നുള്ളതിനപ്പുറം ഓരോ ടൂളിനും ഓരോരോ ഗുണങ്ങളാട്ടോ. നമുക്കിപ്പോൾ ഒരു ടൂളിനെ മാത്രം ആശ്രയിച്ച് ഒരു കംപ്ലീറ്റ് വീഡിയോ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എൻ്റെ അറിവിൽ എനിക്ക് തോന്നുന്നില്ല. അപ്പം പലതരത്തിലുള്ള ടൂളുകൾ കൊളാബറേറ്റ് ചെയ്യിപ്പിച്ചപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടിയത്. കുറെ പേര് ചോദിക്കുന്ന ചോദ്യങ്ങളും ഏതൊക്കെ ടൂളാണ്. അപ്പം ഞാൻ ഈ ചോദ്യത്തിന് ഇപ്പോൾ ഒരുപാട് തവണ മറുപടി കൊടുത്തത് കൊണ്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ടൂൾ എന്നുള്ളത് വളരെ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇത് ഒരാളോട് സംസാരിച്ചപ്പോൾ പറയണ്ടായി. ഈ നമുക്ക് ഷൂട്ട് ചെയ്യണമെന്നൊരു തീരുമാനം എടുത്തപ്പം ആരോ ഒരിക്കൽ മനസ്സിലാക്കി 24 ഫോട്ടോകൾ 1 സെക്കൻഡ് ചേർത്ത് വെച്ചാൽ വീഡിയോ ആകുമെന്ന് മനസ്സിലായി. പിന്നീട് അതിൻ്റെ പലതരത്തിലുള്ള ആവശ്യങ്ങൾ വന്ന സമയത്ത് എന്താ പറയുന്നത്, VFX ഉണ്ടായി, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഗ്രാഫിക്സുകൾ പല രീതിയിലുള്ളതുണ്ടായി, 70mm ഉണ്ടായി, 35mm ഉണ്ടായി, ഫിലിം മാറി ഡിജിറ്റൽ വന്നു. അതേപോലെ ഇന്നിപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ളൊരു ടെക്നോളജിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മറ്റൊരു ബുദ്ധിയാണത്. അപ്പം ഇതെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് AI എല്ലാം ചെയ്ത് തീർക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യമില്ല. നമുക്ക് പറയാനുള്ള കഥ,
അവിടെ ഒരു ഫിലിം മേക്കർ പോയിന്റ് ഓഫ് വ്യൂ തന്നെയാണ് കൊണ്ടുവരേണ്ടതെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിലിനി ഇപ്പൊ ദിനോസർ മുക്ക് വന്നു, അതുപോലെ ഇനി വേറെ എന്തെങ്കിലും ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? അയ്യോ, ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, സിനിമകൾ ചെയ്യാനുള്ളൊരു ശ്രമമാണ് നമ്മുടെ ഏറ്റവും പ്രൈമറി നോട്ടം. അതിൻ്റെ 1-2 ചർച്ചകൾ നടക്കുന്നുണ്ട്. കുറച്ച് റൈറ്റേഴ്സ് നമ്മുടെ കൂടെ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് അവിടെ ഇൻഹൗസ് ഒരു റൈറ്റേഴ്സ് റൂമുണ്ട്. അതിൽ സിനിമയിലൊക്കെ തന്നെയുള്ള 1-2 റൈറ്റേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അനിൽ നാരായണൻ, തരംഗം, അതേപോലെ മാറ്റിനിയൊക്കെ എഴുതിയിട്ടുള്ള അനിലേട്ടൻ നമ്മളോട് എഴുതുന്നുണ്ട്. ദീപു സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു സീനിയർ റൈറ്ററുണ്ട്. നമ്മുടെ സ്കൂപ്പ്, IC814 ഈ സീരീസൊക്കെ ചെയ്ത അതിൻ്റെ സ്റ്റോറി ഡെവലപ്പ് ചെയ്ത ദീപു സെബാസ്റ്റ്യൻ നമ്മുടെ കൂട്ടത്തിൽ എഴുതുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു 6-7 പേര് ടീം മെമ്പേഴ്സ് ആക്റ്റീവ്ലി ഇരുന്ന് എഴുതുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ഇവർ എഴുതി തീർത്തൊരു സബ്ജക്റ്റ് കൊണ്ടുവരുമ്പം ആസ് എ ഡയറക്ടർ പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്ക് ഇവരെ തിരിച്ച് വിഷ്വലൈസ് ചെയ്ത് കാണിക്കാനും കൂടെ കിട്ടുന്നൊരു അവസരമാണ് AI ഒരുക്കി തരുന്നത്. അപ്പം ഞാൻ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ളതാണ് മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവരെല്ലാവരും ഇപ്പോൾ തന്നെ എന്നോട് ചോദിക്കുന്നുണ്ട്, നീ AI പരിപാടി കൊണ്ടിരിക്കണം, നമുക്ക് സിനിമയുടെ പരിപാടികൾ നീക്കണ്ടേ എന്നുള്ള രീതിയിൽ എല്ലായിടത്തും തമാശ രൂപേണ അവരാണെങ്കിലും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊരു ചാനൽ ആവട്ടെ, അല്ലെങ്കിൽ സിനിമയിലേക്കുള്ളൊരു എന്തായാലും ഫ്യൂച്ചറിൽ AI ഇൻ്റഗ്രേറ്റഡ് ഫിലിം മേക്കിംഗ് ആണ് ഫ്യൂച്ചർ എന്ന് പറയാം. നമുക്ക് ഫിലിം മേക്കിംഗ് ഇന്നുള്ള കൺവെൻഷണൽ ഫിലിം മേക്കിംഗ് സ്വഭാവത്തിലേക്ക് AIയും കൂടെ ഇൻ്റഗ്രേറ്റഡ് ആവുന്നതായിരിക്കും. നമ്മൾ പണ്ട് VFX എന്നോ വന്ന് കടന്നു കയറിയതുപോലെ AIയും കടന്നു കയറും. അപ്പം ഇന്ന് ഞങ്ങൾ ഈ ചെയ്തതും ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ സിനിമാ യാത്രയിലേക്ക് ചാനൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരിക്കും കൂടുതലായിട്ടുണ്ടാവും. ഇപ്പൊ രേഖാചിത്രത്തില് AI യൂസ് ചെയ്താണ് കൂടുതലായിട്ടും എല്ലാരും തിരിച്ചറിഞ്ഞത്. അതുപോലെ ഇനി വരുന്ന പടങ്ങളിലും ഇതുപോലെ യൂസ് ചെയ്യാൻ ആവശ്യങ്ങൾ അനുസരിച്ച്, നമുക്ക് പറയേണ്ട കഥയ്ക്കുള്ള ആവശ്യങ്ങൾ അനുസരിച്ച്, നാളെ ഇപ്പോൾ ഒരു ദിനോസറിനെ പറ്റി ഒരു സിനിമ ചെയ്താൽ നമുക്ക് AI ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല സൊല്യൂഷൻ. അല്ലെങ്കിൽ ഒരു ഭയങ്കര ലാർജർ ദാൻ ലൈഫ്, ഇപ്പോൾ ഇവിടുന്ന് ഒരാൾ മൂളിപ്പോകുന്നോ അങ്ങനെ സംതിങ് ഭയങ്കര ലാർജർ ദാൻ ലൈഫ് പരിപാടികൾ ചെയ്യുമ്പോൾ AI വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. VFXന് നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത മേഖലകളിലേക്കും കൊണ്ടുചെല്ലാനായിട്ട്. ഇപ്പോൾ റീസെൻ്റ്ലി എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഒരു ആഡ് ഫിലിം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പുറത്ത്. ആക്ച്വലി അവർ ആദ്യത്തെ ഷോട്ടും അവസാനത്തെ ഷോട്ടും മാത്രം ഷൂട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇടഭാഗം മുഴുവൻ ആക്ച്വലി അവർ AI വെച്ച് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ അവർ കൺവെൻഷണൽ VFXുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ കംപ്ലീറ്റ്ലി ഇപ്പോൾ പ്രോംപ്റ്റിങ് മാത്രം വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ആ ഒരു ഇൻ്റഗ്രേഷനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സാധ്യത. നമ്മുടെ കഥ പറച്ചിലിലേക്ക്, നമ്മുടെ ഫിലിം മേക്കിംഗ് വഴികളിലേക്ക് ഇവനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതായിരിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ സാധ്യത എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു. അതിനുള്ള ശ്രമങ്ങളായിരിക്കും നമ്മളും മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ വരുംകാല പരസ്യങ്ങളിലാണെങ്കിലും ഓഫ് കോഴ്സ് നമ്മുടെ ഡ്രീം സിനിമയിലേക്കുള്ള പരിപാടികളിലേക്കാണെങ്കിലും AIയുടെ സാധ്യതകൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കാണുന്നവനെ അതിൽ കൂടുതൽ എന്താ പറയുക, ഒരു വാവ് അടിപ്പിക്കാൻ ശ്രമിക്കുകയായിരിക്കും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. ഇതിലിപ്പം ആഡ് ചെയ്തതിൽ ബേബീസിന് വെച്ച് ചെയ്ത ആഡ് ഉണ്ടല്ലോ, അതില് AI യൂസ് ചെയ്തിട്ടില്ല. അതിൽ AI യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് തോന്നുന്നത് 2021-22 ടൈമിലാണ്. അപ്പം വീഡിയോ ജനറേഷനിൽ ഇന്ന് ഈ കാണുന്നത് പോലത്തെ അപ്ഡേഷൻസ് ഇല്ല. അപ്പം ആ സമയത്ത് ഞങ്ങൾ ആക്ച്വലി മെഷീൻ ലേണിങ്ങിന് ട്രൈ ചെയ്തു. AIയുടെ ഇനീഷ്യൽ, ഇപ്പം നമുക്കിത് ഓൺലൈനിൽ നമുക്ക് കിട്ടുന്നത് ആക്ച്വലി നമ്മൾ ഓഫ്ലൈനിൽ വീട്ടിൽ ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഒരു സിസ്റ്റത്തിൽ ചെറിയ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് അന്ന് ആ സമയത്ത്. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ആ പ്ലാനൊക്കെ ഉപേക്ഷിച്ച് കുറച്ചുകൂടെ കൺവെൻഷണൽ മെത്തേഡൊക്കെ ഉപയോഗിച്ചാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പം മെഷീൻ ലേണിങ്ങിന് അന്ന് ചെയ്തവരുണ്ട് കേട്ടോ. അന്ന് ചെയ്ത് ഫലിപ്പിച്ചവരുടെ ട്യൂട്ടോറിയൽ വീഡിയോസ് കണ്ടിട്ടാണ് നമ്മൾ ട്രൈ ചെയ്തത്. നമ്മുടെ ഇൻഹൗസ് എഡിറ്റ് ഫെസിലിറ്റിയിൽ ഈ പറഞ്ഞ പോലെ നമുക്കിതെങ്ങനെ ട്രൈ ഔട്ട് ചെയ്താൽ നമുക്ക് നാളെ ഇത് പറയാനൊരു USP ആവുകയാണല്ലോ. അപ്പം അങ്ങനെ ട്രൈ ഔട്ട് ചെയ്തതാണ്. പക്ഷെ അന്നതൊരു ഫെയിലിയർ ആയിരുന്നു, പൂർണ്ണമായിട്ട് സക്സസ് ആക്കാൻ പറ്റിയില്ല. എങ്കിലും അന്ന് നമ്മൾ ആപ്പിളിൻ്റെ കുറച്ച് AI ടൂൾസ് ഉണ്ടല്ലോ, ഈ കുട്ടികളെ വർത്താനം പറയിക്കുക, അങ്ങനെയുള്ള ഇൻട്രാക്റ്റീവ് ടൂൾസ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ കുറച്ച് സാധ്യതകൾ വെച്ചിട്ടാണ് നമ്മൾ അന്ന് ആ ഫിലിം ചെയ്ത് തീർത്തത്. ഈ AI യൂസ് ചെയ്യുന്നതിന് ട്യൂട്ടോറിയൽസ് എടുത്തിട്ടുണ്ടോ? അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഈ റീൽസും അതേപോലെ തന്നെ യൂട്യൂബിലുള്ള വീഡിയോകളും അതൊക്കെ തന്നെയായിരുന്നു ട്യൂട്ടോറിയലുകളായിട്ട്. അല്ലാതെ അങ്ങനെ ലേണിംഗ് കോഴ്സസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല. അതുപോലെ ഞാൻ ചോദിക്കാൻ വന്നത്, നമ്മൾ ഒരു ആഡ് ചെയ്തില്ലായിരുന്നോ, ഒരു നായയും ഒരു മുത്തശ്ശിയും വെച്ചിട്ടൊരു ആഡ്? യെസ്, അത് ആക്ച്വലി ഞാൻ ഡയറക്റ്റ് ചെയ്തതല്ല. നമ്മൾ ആക്ച്വലി
ഒരു മുംബൈ ബേസ്ഡ് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്, പർപ്പസ് സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞിട്ട്. അവരുടെ കൂട്ടത്തിൽ നമ്മൾ പാർട്ട്ണർ ചെയ്ത് ലൈൻ പ്രൊഡക്ഷനും പിന്നെ അതേപോലെ ടെക്നിക്കൽ സപ്പോർട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആർട്ട് ഡയറക്ടർ, എൻ്റെ ആർട്ട് ഡയറക്ടറാണ് ബിബിൻ എന്ന് പറഞ്ഞിട്ട്. ആള് നമ്മുടെ ഇമേജ് സ്ക്രിപ്റ്റൊക്കെ അവർ തന്നെ ചെയ്തതാണ്. നമ്മളിവിടെ ആർട്ടും ലൊക്കേഷൻസും പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അവർക്കിവിടെ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റേഷൻസും പരിപാടികളൊക്കെയാണ് ചെയ്തു കൊടുത്തത്. നമുക്ക് ആക്ച്വലി അങ്ങനെ ഒരു ലൈൻ പ്രൊഡക്ഷൻ ചെയ്യുന്നൊരു വേർട്ടിക്കലും കൂടെ ഉണ്ട് സ്റ്റോറി ടെല്ലേഴ്സിൽ. അപ്പോൾ നമ്മൾ കുറേ ഇതേപോലത്തെ വേറെ ഫിലിം മേക്കേഴ്സിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാറുണ്ട്. ഈ സ്റ്റോറി ടെല്ലേഴ്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? സ്റ്റോറി ടെല്ലേഴ്സ് യൂണിയൻ എന്ന പേരിനോട് നീതി പുലർത്തുന്ന രീതിയിൽ തന്നെയാണ് സ്റ്റോറി ടെല്ലേഴ്സ് യൂണിയൻ ഫോം ആയത് സത്യം പറഞ്ഞാൽ. ആക്ച്വലി ഞങ്ങൾ ഈ ഒരു പ്രൊഡക്ഷൻ ഹൗസായിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിൽ വരുമ്പോൾ അതിന് മുന്നേ തന്നെ ഞങ്ങളുടെ ഇപ്പോൾ ഉള്ള ടീം തന്നെ ഞങ്ങൾ ചെറുപ്രായം തൊട്ടേ അറിയാവുന്നവരാണ്. പലരും കൂട്ടുകാരും സ്കൂളിൽ പഠിച്ചവരും കോളേജിൽ ഒന്നിച്ച് പഠിച്ചവരും ഒക്കെ തന്നെയാണ്. അപ്പോൾ സിനിമാ മോഹമുള്ളവരെല്ലാവരും അങ്ങനെ കോളേജും പരിപാടികളൊക്കെ കഴിഞ്ഞ് വീണ്ടും ഒന്നിച്ച് വന്നു. അപ്പോൾ ഞങ്ങൾ ഒരു ഫ്രീലാൻസേഴ്സ് കളക്റ്റീവായിട്ടാണ് ഇതിനെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അന്ന് ഞങ്ങൾ ഏജൻസീസിനും ബ്രാൻഡ്സിനൊക്കെ വേണ്ടിയിട്ട് അവരുടെ ഒരു ഭാഗമായിട്ട് ഒരു ഫ്രീലാൻസർ കളക്റ്റീവ് ഒന്നിച്ചു വന്നിട്ട് അവരുടെ ഒരു ഭാഗമായിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന രീതിയിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ പിന്നീട് നമുക്കത് ആക്ച്വലി ഒരു രജിസ്റ്റേർഡ് കമ്പനി ആക്കേണ്ടി വന്ന ഒരു അവസ്ഥ ഉണ്ടായി. കാരണം മുന്നോട്ടുള്ള ഗ്രോത്തിനും അതേപോലെ തന്നെ വലിയ ബ്രാൻഡ്സിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യണമെങ്കിലും ഏജൻസീസിൻ്റെ കൂടെ ഒക്കെ അസോസിയേറ്റ് ചെയ്യണമെങ്കിലും അക്കൗണ്ടിങ്ങും കമ്പനി രജിസ്ട്രേഷനൊക്കെ നിർബന്ധമായി. അങ്ങനെ വന്നപ്പോൾ നമ്മൾ സ്റ്റോറി ടെല്ലേഴ്സ് യൂണിയൻ എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തു. ബട്ട് ദെൻ ഇപ്പോഴും നമ്മൾ ആ ഒരു കളക്റ്റീവ് എന്നുള്ളൊരു സ്വഭാവമാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ പുതിയ കഥ പറയാൻ താല്പര്യമുള്ളവരുടെ യൂണിയൻ, അതാണ് നമ്മൾ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. അപ്പം ഇപ്പോഴും നമ്മൾ ആക്റ്റീവ്ലി പുതുതായിട്ട് കഥ പറയാനും പുതിയ രസമുള്ള കഥകളും അല്ലെങ്കിൽ കഥ പറച്ചിലിൻ്റെ ടെക്നോളജികളിൽ പുതിയ വഴികൾ കാണിച്ചു തരുന്നവരെ നമ്മൾ കൂടെ കൂട്ടാറുണ്ട്. അങ്ങനെയുള്ളവരെല്ലാം വന്ന് ഞങ്ങളുടെ യൂണിയൻ മെമ്പേഴ്സ് ആവാറുണ്ട്. ഇനിയും അതിൽ നമ്മൾ ഈ വീഡിയോ ഒക്കെ അതിന് കൂടുതൽ അവസരമാവട്ടെ എന്നാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്. ഇന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ വളരെ ലിമിറ്റഡ് ആയിട്ട് ആൾക്കാരിൽ നിന്ന് കുറേ പേരിലോട്ടും കൂടെ സ്റ്റോറി ടെല്ലേഴ്സ് യൂണിയൻ എന്ന ഒരാശയം കൂടെ, കമ്പനി എന്നതിനപ്പുറം സ്റ്റോറി ടെല്ലേഴ്സ് യൂണിയൻ എന്നൊരു ആശയം കൂടെ എത്തുന്നുണ്ട്. അപ്പം വീഡിയോ കാണുന്നതിലൂടെ അല്ലെങ്കിൽ ഈ ഞങ്ങളുടെ ഇപ്പോൾ വരുന്ന മീഡിയ കണ്ടൻറ്റൊക്കെ കാണുന്നതിലൂടെ ആൾക്കാർക്ക് നമ്മളെ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റട്ടെ, എല്ലാവർക്കും കൂടെ ഒന്നിച്ച് നിന്നിട്ട് പുതിയ വലിയ കഥകൾ പറയാൻ പറ്റട്ടെ. അതാണ് ബേസിക്കലി സ്റ്റോറി ടെല്ലേഴ്സ് യൂണിയൻ. ഇപ്പോൾ അതുപോലെ തന്നെ ദിനോമുക്ക് എന്നുള്ളൊരു തീമുണ്ടല്ലോ, അതുപോലെ ഒരു സിനിമ ചെയ്യാനാണെങ്കിൽ ഏത് തീമായിരിക്കും യൂസ് ചെയ്യുന്നത്? അയ്യോ, നമ്മുടെ കൾച്ചറലി റൂട്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പരിപാടികൾ നമുക്ക് ആവശ്യത്തിനുണ്ടല്ലോ. ഇങ്ങനത്തെ ക്രീച്ചേഴ്സും നമ്മുടെ ഒരു വീഡിയോ ഇല്ലേ, കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോയിൽ ആക്ച്വലി കാണുന്നില്ല, അത് സുരേഷ് ഏരിയ സാറ് ചെയ്ത ആ വീഡിയോയിൽ കാണാമല്ലോ. നമ്മുടെ കുറേ ക്രീച്ചേഴ്സ്, കുട്ടിച്ചാത്തൻ, ആനമറുത എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ക്രീച്ചേഴ്സിനെ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിന് അല്ല നമുക്കറിയാവുന്ന നമ്മുടെ ഗ്രൗണ്ടിലുള്ള എന്തെങ്കിലും പരിപാടികൾ എടുത്ത് ചെയ്യാനായിരിക്കും സാധ്യത. അതിനെപ്പറ്റി ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല സത്യം പറഞ്ഞത്. ഇപ്പം ചെയ്യാനിരിക്കുന്ന സിനിമ എപ്പോഴത്തേക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? അത് ഈ പറഞ്ഞ പോലെ ചർച്ചകളിലാണ്. അപ്പം എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതെന്നാണ് എൻ്റെ പ്രാർത്ഥന. അറിയില്ല, വരുന്ന ദിവസങ്ങളിലൊക്കെ അതിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് വരാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ സിനിമയാണല്ലോ, അത് സംഭവിക്കണം. നമുക്ക് എല്ലാം നമ്മുടെ കൺട്രോളിൽ മാത്രം നിൽക്കുന്ന കാര്യങ്ങളല്ല. പലരുടെ ഡേറ്റുകൾ ഒരുപാട് പേര് ഒന്നിച്ച് വന്ന് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. അപ്പം ഞാൻ മാത്രം അതിനകത്ത് ഇപ്പം ഇന്ന ദിവസം ചെയ്യും തീരുമാനിച്ചത് കൊണ്ട് കാര്യമില്ല. അപ്പം ഇപ്പോഴത്തെ സംസാരങ്ങളൊക്കെ നല്ല രീതിയിൽ വന്ന് ഭവിച്ചാൽ അത് പെട്ടെന്ന് സംഭവിക്കും, ഇല്ലെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു സമയം എടുക്കും. ഇപ്പോൾ ദിനമുക്കിന് നല്ലൊരു റെക്കഗ്നീഷൻ കിട്ടിയല്ലോ. അപ്പോൾ ഇൻഡസ്ട്രിയിൽ നിന്ന് അങ്ങനെ ആരെങ്കിലും വിളിച്ചിട്ട് ഭയങ്കര സന്തോഷം തോന്നിയ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ, അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടോ? കുറച്ച് ആൾക്കാർ ഇങ്ങനെ വിളിച്ചു. അവർ ഒരുപാട് അതിനെപ്പറ്റി അപ്രിഷ്യേറ്റ് ചെയ്തു, കഥകൾ പറയാൻ ചെല്ലാനായിട്ട് പറഞ്ഞു. അങ്ങനെ എനിക്കറിയില്ല പേര് പറയാൻ പാടുണ്ടോ പറയാൻ പാടില്ലെന്ന് എനിക്കറിയില്ല. അപ്പം അവരുമായിട്ടൊക്കെ സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ നല്ലൊരു ഔട്ട്പുട്ടിലേക്ക് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.
ദിനോമുക്കിനെ പറ്റിയിട്ട് ഇപ്പോൾ ഒരുപാട് സെലിബ്രിറ്റീസ് ചർച്ച ചെയ്യുന്നുണ്ട്, സെലിബ്രിറ്റീസ് ഒരുപാട് അപ്രീഷിയേഷൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഇൻഡസ്ട്രിയിൽ നിന്നല്ലാതെ പുറത്തുനിന്ന് ഉള്ളൊരു റെക്കഗ്നീഷൻ എങ്ങനെയാണ്? ഫിലിം ഇൻഡസ്ട്രി എന്നല്ലാതെ അതെ. ഇപ്പം പുറത്തുനിന്ന് പറഞ്ഞാൽ ആൾക്കാർ വിളിക്കുന്നതാണ് ഇതിനകത്ത് ഏറ്റവും രസകരമായ ഭാഗം. ഒരുപാട് പേര് ഇത് റിയൽ ആണോ എന്ന് ചോദിച്ചു വിളിച്ചിട്ടുണ്ട്, മുട്ടയുണ്ടോ എന്ന് ചോദിച്ചു വിളിക്കാറുണ്ട്, റിയൽ ആണെന്ന് ചോദിച്ചു വിളിച്ചിട്ടുണ്ട്. റിയൽ ആണോ എന്ന് ചോദിച്ചു ഒരുപാട് കോൾസ് വന്നിട്ടുണ്ട്. ഒരു ഡൗട്ടില്ല കേട്ടോ. എന്നുവെച്ചാൽ ആൾക്കാർ ഇത് നേരത്തെ മരിച്ചുപോയ ക്രീച്ചേഴ്സ് അല്ലേ, ഇതുണ്ടോ എന്നൊക്കെ ചോദിച്ച ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. ആൾക്കാർക്ക് അങ്ങനെ ഇനി ഇങ്ങനെ പാലക്കാടിക്ക് ഒരു സ്ഥലം ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് വിളിച്ചവരുണ്ട്. വേറെ ഇപ്പം നമുക്ക് നാഷണൽ ലെവലിൽ വലിയ മീഡിയ ഹൗസസും അതേപോലെ തന്നെ ഏജൻസികളും ആഡ് റിലേറ്റഡ് ഏജൻസികളൊക്കെ കോണ്ടാക്ട് ചെയ്തു. ഏറ്റവും രസകരമായ ഭാഗം ഇൻ്റർനാഷണലി ഉള്ള 1-2 വലിയ AI സ്റ്റുഡിയോകളും VFX കമ്പനികളൊക്കെ ആക്ച്വലി ഇതിൻ്റെ സാധ്യതകൾ ചർച്ച ചെയ്യാനും കൊളാബറേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് വിളിച്ചതാണ്. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തത്, എനിക്ക് തോന്നുന്നു നമ്മളാരും തീരെ എക്സ്പെക്റ്റ് ചെയ്യാതിരുന്നൊരു സംഭവം. അപ്പോൾ അങ്ങനത്തെ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആക്ച്വലി കിട്ടുന്നൊരു ലേണിംഗ് പ്രോസസ്സ്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും, അല്ലെങ്കിൽ ഇന്ന് ഗ്ലോബലി നടന്നുകൊണ്ടിരിക്കുന്ന ഫിലിം മേക്കിങ്ങിലെ ട്രെൻഡ്സ് മനസ്സിലാക്കാനും പറ്റുന്നത് വലിയൊരു റെക്കഗ്നിഷനാണ്, അല്ലെങ്കിൽ വലിയൊരു അപ്രിസിയേഷനാണെന്ന് ഞാൻ കാണുന്നു. സോ അതൊരു വലിയ ഭാഗ്യമാണ്. ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നതിനൊരു അപ് ടു ഡേറ്റ് ആയിട്ട് നിൽക്കാനുള്ള ഒരു ലേണിംഗ് പ്രോസസ്സ് എങ്ങനെയാണ്? അങ്ങനെ ചോദിച്ചാൽ നമുക്കത് ഇപ്പം ഇൻഡസ്ട്രിയിൽ, ഞാനിപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് ഇപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം നമ്മൾ അതിനകത്തേക്ക് കയറിയാൽ ഇപ്പം എല്ലാ ഡയറക്ടേഴ്സും നമ്മൾ കാണുന്ന ഇൻ്റർവ്യൂസിലും എല്ലാ വലിയ ഡയറക്ടേഴ്സും പറയാറുണ്ട് അവരെന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ലേണിംഗ് അവസാനിക്കുന്നില്ല. നമ്മൾ അതിൻ്റെ എന്താ പറയുക, ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി എന്താണെന്ന് ആരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് സിനിമ ഒരു ടെക്നിക്കൽ ആർട്ടാണ്, നമുക്ക് ടെക്നോളജിയും ആർട്ടും കൂടെ ബ്ലെൻഡ് ചെയ്യുന്നൊരു പോയിൻ്റാണത്. അപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അഡ്വാൻസ്മെൻറ്റ്സ് സംഭവിക്കാൻ സാധ്യതയുള്ളതും സിനിമ എന്ന് മാത്രമല്ല, ഇപ്പോൾ പരസ്യമാണെങ്കിലും നമ്മളൊരു കഥ പറയാൻ വിഷ്വൽ മീഡിയം തിരഞ്ഞെടുക്കുമ്പോൾ അതിനെന്നും നമുക്കൊരു ടെക്നിക്കൽ ആർട്ടായിട്ടേ കാണാൻ പറ്റുള്ളൂ. അപ്പം ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റും ആ ആർട്ടിൻ്റെ പുതിയ വേർഷൻസ് ഉണ്ടാവുന്നതിൻ്റെ അഡ്വാൻസ്മെൻറ്റ്സ് നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്കതിനകത്ത് വലിയ പുതിയ ഓപ്പർച്യൂണിറ്റികളും പുതിയ വാതിലുകളും തുറന്നു കിട്ടുള്ളൂ. അപ്പോൾ ആ ലേണിംഗ് എങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എല്ലാ ഫിലിം മേക്കേഴ്സിനും അവർക്കൊരു കഥ പറയാനായിട്ട് അവർ വഴികൾ കണ്ടെത്തും. കഥ പറയാൻ തീരുമാനിച്ചിട്ടുണ്ട്, അവർ വഴികൾ കണ്ടെത്തും. ഇപ്പോൾ ആഡ് എന്ന ഫിലിമിലേക്കല്ലേ പോകുന്നത്. ഇപ്പോൾ ഒരു വലിയ ആശയം ചെറുതായിട്ട് കാണിക്കുക എന്നാണ് ആഡിൻ്റെ ഒരു മോട്ടീവ് പറയുന്നത്. അപ്പോൾ പടത്തിലേക്ക് വരുമ്പം എങ്ങനെയാണ് ഒരു ചേഞ്ച് എങ്ങനെയായിരിക്കും? അറിയില്ല ചെയ്ത് ഉറപ്പായിട്ട് ലോങ്ങർ ഫോർമാറ്റ് നമ്മൾ ലോങ്ങർ ഫോർമാറ്റ്സിൽ പലതും ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി 23 ഒരു വെബ് സീരീസ് ആക്ച്വലി മാച്ച് ബോക്സ് ഷോട്ട്സ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്കൊരു IP സ്റ്റുഡിയോ, ഈ റൈറ്റേഴ്സ് റൂം റൺ ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരു IP സ്റ്റുഡിയോ പോലെ ഉണ്ട്. നമുക്ക് പല സബ്ജക്റ്റുകളും അല്ലെ ഐഡിയകളും ഉണ്ടാക്കിയിട്ട് ബ്രാൻഡ്സിനും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഹൗസസിനൊക്കെ സെൽ ഓഫ് ചെയ്യാറുണ്ട്. അപ്പം ലോങ്ങർ ഫോർമാറ്റുമായിട്ടുള്ള ബന്ധം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ബാക്കിയൊക്കെ ഇനിയിപ്പം ചെയ്തു വരുമ്പോഴും ഒക്കെ അറിയുള്ളൂ. അപ്പോൾ എന്തായാലും ദിനോമുക്ക് പോലെ തന്നെ ചെയ്യാൻ പോകുന്ന പടവും ഹിറ്റാവട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.